A very good afternoon to all. Today we'll be dealing with a new condition which is congenital diaphragmatic hernia. So എന്താണ് ഇതെന്ന് ആദ്യമേ നമ്മൾക്കൊന്ന് കാണാം. യൂഷ്വലി നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റവും അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വി ഹാവ് ദ ഡയഫ്രം ഇൻ ബിറ്റ്വീൻ അല്ലേ. ഈ ഡയഫ്രത്തിൽ ഒരു ഹെർണിയ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ഓപ്പണിംഗ് ഉണ്ടായാൽ എന്താ പറ്റുക? നമ്മുടെ അബ്ഡോമിനൽ കണ്ടൻസ് ഒക്കെ ചെസ്റ്റ് ക്യാവിറ്റിയിലേക്ക് പ്രൊട്രൂഡ് ചെയ്യും അല്ലേ. ചെസ്റ്റ് ക്യാവിറ്റിയിലേക്ക് അത് അബ്നോർമലി പ്ലേസ്ഡ് ആവും. അപ്പോൾ എന്താ പറ്റുക? നമ്മളുടെ ലങ്സിന് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ദർ മേ ബി മെനി റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ. ഹാർട്ടിന് പ്രോപ്പറായിട്ട് ഇരിക്കേണ്ട പൊസിഷനിൽ ഇരിക്കാനും ബീറ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല. ദർ ക്യാൻ ബി കാർഡിയാക് കോംപ്ലിക്കേഷൻസ്. പിന്നെ ഈ ഇൻഡസ്റ്റൈനൊക്കെ പോയിട്ട് ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കുമ്പോൾ ദർ ക്യാൻ ബി ഇൻഡസ്റ്റൈനൽ കോംപ്ലിക്കേഷൻസ് ഓൾസോ. ഈ ആദ്യത്തെ പടത്തിൽ നോർമൽ അനാറ്റമി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഡയഫ്രം കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ലങ്സും ഹാർട്ടും ഒക്കെ ഇൻഡസ്റ്റൈനൽ കമ്പോണൻസിൽ നിന്നും പ്രോപ്പർലി സെപ്പറേറ്റഡ് ആണ്. ലങ്സ് പ്രോപ്പർലി എക്സ്പാൻഡഡ് ആണ്. ഹാർട്ട് അതിൻ്റെ നോർമൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ ഡയഫ്രത്തിൻ്റെ അവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിൽ കൂടി ലിവർ അങ്ങോട്ട് പ്രൊട്രൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനും ചെസ്റ്റിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലങ്സിൻ്റെ സൈസ് നോക്കിയേ, എന്തോരം ചെറുതാന്ന് നോക്കിയേ. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു എക്സ്പാൻഡ് വെൽ. ഒരു ലങ്സ് ആണെങ്കിൽ കാണാൻ കൂടിയില്ല, അത്രയും ചെറുതാണ്. ഹാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നോർമലി ഇരിക്കേണ്ട സ്ഥലത്താണോ ഇരിക്കുന്നത്? അല്ല, ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത് അല്ലേ. ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ്. ലിവറും ഇൻഡസ്റ്റൈനും ഒക്കെ ആകെപ്പാടെ കൺജസ്റ്റഡ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. സോ ദിസ് ഈസ് എക്സാക്ട്ലി congenital diaphragmatic hernia, where there is an abnormal opening in the diaphragm through which the intestinal contents may protrude into the chest cavity, which can lead to many complications. So കുറേ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ ലങ്സ് പ്രോപ്പറായിട്ട് വീർക്കില്ലെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാവും? റെസ്പിറേറ്ററി ഡിസ്ട്രെസ്, റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഇല്ലേ. അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൻ പ്രോപ്പറായിട്ടല്ല ഇരിക്കുന്നത്, അത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും കുട്ടിക്ക്? intestinal complications like GERD, gastroesophageal reflux disorder, പിന്നെ intestinal obstruction ചാൻസ് ഉണ്ട്, മാൽ റൊട്ടേഷന് ചാൻസ് ഉണ്ട്, അങ്ങനെ കുറേ പ്രോബ്ലംസ് വേറെ ഉണ്ടാവും അല്ലേ. സോ ദിസ് ഇസ് വാട്ട് ഇൻ ബ്രീഫ് അബൌട്ട് congenital diaphragmatic hernia. Now let's see in detail. As we said earlier, congenital diaphragmatic hernia is a rare condition which is characterized by protrusion of the abdominal organs through an opening in the diaphragm. So this is the definition of congenital diaphragmatic hernia. ഒന്നുകൂടെ പറയാം. Congenital diaphragmatic hernia is relatively a rare condition which is characterized by protrusion of the abdominal organs through an opening in the diaphragm. So even though it is a rare condition, it is mostly very common in tertiary level hospitals. അപ്പോൾ നമ്മളുടെ ഹയർ സെൻറ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ റെയർ കണ്ടീഷൻ ആയാലും റെഫർ ചെയ്ത് വരുന്ന കേസുകൾ ഉള്ളത് കാരണം വി ഗെറ്റ് എ നമ്പർ ഓഫ് കേസസ് ഇൻ tertiary level hospitals. It is a life-threatening pathology in infants and it is a major cause of death mainly due to two complications, which is pulmonary hypoplasia. നമ്മൾ നേരത്തെ കണ്ടു, ലങ്സ് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ദ ലങ് സൈസ് വുഡ് ബി വെരി ലെസ് വിച്ച് മേ ലീഡ് ടു പൾമണറി ഹൈപ്പോപ്ലാസിയ. പൾമണറി ഹൈപ്പോപ്ലാസിയ ഉണ്ടായി കഴിയുമ്പോൾ ദ പ്രഷേഴ്സ് വിത്തിൻ ദ പൾമണറി വീനസ് പ്രഷറൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. ആൻഡ് ദർ ക്യാൻ ബി പൾമണറി ഹൈപ്പർ ടെൻഷൻ. ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുമ്പോൾ gradually the respiratory status of the child would fall and ultimately it can lead to death. So this is a life-threatening pathology in infants and it is one of the major causes of death in infancy. The reasons for death are pulmonary hypoplasia and pulmonary hypertension.
Coming to the epidemiology, it occurs in about 1 in every 2000 to 5000 live births. It accounts for about 8% of all major congenital anomalies. 1/3 of the infants with CDH or congenital diaphragmatic hernia are stillborn, and they are having high chances of associated anomalies. If there is a sibling who is affected in the family, there is chances of recurrence in the next sibling in about 2% of the cases. So incidence എന്ന് പറയുന്നത് 1 in 2000 to 5000 live births ആണ്. It accounts for about 8% of the major congenital anomalies. 1/3 are stillborn. They have associated anomalies, and the chances of recurrence in a family is about 2%. അസോസിയേറ്റഡ് അനോമലീസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അസോസിയേറ്റഡ് ആയിട്ട് കാണുന്ന അനോമലീസ് ഇതൊക്കെയാണ്: കാർഡിയക് അനോമലീസ്, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, ട്രൈസോമി 13, 18 and 21, കോർണീലിയ ഡി ലാങ് സിൻഡ്രോം ആൻഡ് ഫ്രിൻസ് സിൻഡ്രോം. ഇതൊക്കെയാണ് അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നത്. എല്ലാം കാണാതെ പഠിക്കേണ്ട. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കാർഡിയക് അനോമലീസ് ആണ്. സോ അത് ഓർത്തിരിക്കുക. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ആൻഡ് ട്രൈസോമി 13, 18 and 21 ഇത്രയെങ്കിലും ഓർത്തിരുന്നാൽ മതിയാവും. The mortality after live birth is generally reported to range from 40 to 60%. നമ്മൾ പറഞ്ഞു 1/3 stillborn ആയിരിക്കും. ഇനിയിപ്പോൾ ജനിക്കുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായാൽ തന്നെ അതിൽ മോർട്ടാലിറ്റി റേറ്റ് is very high, that is 40 to 62%. അപ്പോൾ ഓവറോൾ ഈ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ പ്രോഗ്നോസിസ് വളരെ പുവറാണ്. Coming to the etiological factors, first about sex. ഇത് പെൺകുട്ടിക്കും ആൺകുട്ടികൾക്കും ഒരേപോലെ ഉണ്ടാവുന്നതാണ്. ഇതിൽ റേഷ്യോസിൽ വ്യത്യാസമൊന്നുമില്ല. It occurs equally in males and female babies. Age, usually it is a disease of the infancy. ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് കൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ ഡയഗ്നോസ് ആയെന്ന് വരും. എന്നിരുന്നാൽ പോലും ചിലർ, അതായത് 10% ആൾക്കാരിൽ ജനിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, ബട്ട് ഇറ്റ് മേ ഡെവലപ്പ് ഡ്യൂറിങ് ദ അഡൽട്ട്ഹുഡ്. So although CDH is usually a disorder of the newborn period, as many as 10% of the patients may present after newborn period and even during adulthood. Causes: more than 10% of the infants have underlying syndromic diagnosis and chromosomal anomalies. സോ ക്രോമസോമൽ അനോമലീസും അതുപോലെ തന്നെ വേറെ സിൻഡ്രോംസ് നമ്മൾ നേരത്തെ പറഞ്ഞു, കോർണീലിയ ഡി ലാങ് സിൻഡ്രോം, ഫ്രിൻസ് സിൻഡ്രോം, ഇങ്ങനെ ഈ സിൻഡ്രോമിക് അസോസിയേഷനും ഈ ഒരു പർട്ടിക്കുലർ ഡിസോർഡറുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ etiological factors. It occurs both equally in males and females. Age, usually in infancy, but may be also presented during after infancy or during adulthood, and it is usually associated with chromosomal anomalies as well as syndromic disorders. Coming to the pathophysiology, congenital diaphragmatic hernia results in an abnormal opening in the diaphragm that allows the fetal abdominal contents to migrate into the chest cavity. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയഫ്രത്തിൽ ഒരു അബ്നോർമൽ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഈ ഓപ്പണിംഗ് വഴി ദ ഫീറ്റൽ അബ്ഡോമിനൽ കണ്ടൻസ് ആർ മൈഗ്രേറ്റഡ് ഇൻ ടു ദ ചെസ്റ്റ് ക്യാവിറ്റി. Diaphragm, which separates the thoracic cavity from the abdominal cavity, is normally formed from 4 embryonic structures that fuse together. ഇതാണ് നോർമൽ അനാട്ടമിയിൽ സംഭവിക്കുക. ഒരു ഫീറ്റസ് വളരുമ്പോൾ 4 എംബ്രിയോണിക് സ്ട്രക്ചേഴ്സ് ഒരുമിച്ച് ഫ്യൂസ് ആയിട്ടാണ് നമ്മളുടെ ഡയഫ്രം ഫോം ചെയ്യുന്നത്. So diaphragmatic hernia that results from the failure of the pleuroperitoneal canal in the posterior lateral segment of the diaphragm to close completely by 8th week of embryonic development. എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ നോർമലി 8ാമത്തെ ആഴ്ചയാകുമ്പോൾ നമ്മുടെ പ്ലൂറോപെരിറ്റോണിയൽ കനാൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവും. ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ